നരേന്ദ്രമോദി സർക്കാർ ഒരു കാര്യം തീരുമാനിച്ചാൽ അത് നടപ്പിലാക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്ത് വില കൊടുത്തും ആ കാര്യം നടപ്പിലാക്കിയിരിക്കും. അത് എന്തായാലും അത് ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമുണ്ടാകുന്ന ഒരു കാര്യമായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ജനങ്ങൾക്ക് മാത്രമല്ല, രാജ്യത്തിനും. അതുകൊണ്ടാണ് മാവോയിസ്റ്റുകളോട് കീഴടങ്ങാൻ പറഞ്ഞപ്പോൾ എല്ലാവരും ഉടൻ തന്നെ അടിയറവ് പറഞ്ഞുകൊണ്ട് തോക്ക് താഴെ വെച്ച് കീഴടങ്ങിയത്. കീഴടങ്ങാത്തവരെ വെടിവെച്ച് കൊല്ലുകയും ചെയ്തു. നിലവിൽ ഇന്ത്യ നേരിടുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 വിഷയങ്ങളുണ്ടായിരുന്നു. അതായത് രാജ്യത്തെ പിടിച്ചുലച്ചുകൊണ്ടിരിക്കുന്ന നക്സലിസം, ജമ്മു കാശ്മീരിലെ ഭീകരവാദം, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ വിഘടനവാദം എന്നീ 3 വലിയ വെല്ലുവിളികളെയും രാജ്യം ഏതാണ്ട് പൂർണ്ണമായി തന്നെ തുടച്ചു നീക്കിയതായി അമിത്ഷാ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മുൻപ് കമ്മ്യൂണിസ്റ്റ് ഭീകരരുടെ ശക്തമായ കോട്ടയായിരുന്ന ഛത്തീസ്ഗഡിലെ ബസ്തർ മേഖലയിലുള്ള ജഗൽപൂരിൽ വെച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നക്സലിസത്തെ ഇല്ലാത്ത, അതായത് നക്സലിസം പൂർണ്ണമായും തുടച്ചു നീക്കപ്പെട്ട ഒരു ഭാരതം നക്സലിസ മുക്തം എന്നൊരു സ്വപ്നം അത് അദ്ദേഹം തന്നെ ഇപ്പോൾ യാഥാർത്ഥ്യമാക്കിയത് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും ജനങ്ങളുടെയും വലിയൊരു ത്യാഗങ്ങളിലൂടെയാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഓർമ്മിപ്പിക്കുകയാണ്. കഴിഞ്ഞ മാർച്ച് മാസത്തിൽ ഇന്ത്യയെ ഔദ്യോഗികമായി കമ്മ്യൂണിസ്റ്റ് ഭീകര മുക്ത രാജ്യമായി പ്രഖ്യാപിച്ചതിന് ശേഷം ഇതാദ്യമായാണ് അമിത്ഷാ ഛത്തീസ്ഗഡിൽ ത്രിദിന സന്ദർശനത്തിനായി എത്തുന്നത്. ബസ്തർ മേഖലയിൽ ശാശ്വതമായ അതോടൊപ്പം തന്നെ സമാധാനവും പുരോഗതിയും ഉറപ്പാക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പൂർണ്ണ പ്രതിജ്ഞാബദ്ധതയോടെയാണ് പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. കൂടാതെ വരും വർഷങ്ങളിൽ വികസനത്തിന്റെ കാര്യത്തിൽ രാജ്യത്തെ ഏറ്റവും മികച്ച ആദിവാസി മേഖലയായി ബസ്തർ മാറുമെന്നും അദ്ദേഹം ഉറപ്പു നൽകുകയാണ്. ഏറ്റവും കൂടുതൽ മാവോയിസ്റ്റുകൾ ഉണ്ടാവുന്ന ഒരു ഏരിയ ഛത്തീസ്ഗഡ് ആയിരുന്നു. ആ ഛത്തീസ്ഗഡിലെ ബസ്തർ മേഖല പൂർണ്ണമായി തന്നെ ഇപ്പോൾ മാവോയിസ്റ്റ് മുക്തമായി. എല്ലാ മാവോയിസ്റ്റുകളെയും അവിടെ നിന്ന് കീഴടങ്ങാത്തവരെ എല്ലാം കൊന്നുകളഞ്ഞു. കീഴടങ്ങാൻ പറഞ്ഞവരെല്ലാം തന്നെ കീഴടങ്ങിയിട്ടുണ്ട്. അവർക്ക് വേണ്ട ധനസഹായം, അവർക്ക് വേണ്ട പദ്ധതികളെല്ലാം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ബസ്തർ മേഖലയിൽ ഇനിയിപ്പോൾ ഒരു മാറ്റങ്ങളുടെ ഒരു കാറ്റ് വീശും, അല്ലെങ്കിൽ മാറ്റങ്ങളുടെ ഒരു ട്രാക്കിലേക്ക് പോകുമെന്നാണ് അമിത്ഷാ പറയുന്നത്. അവിടെ ഇനി മുടങ്ങിക്കടന്ന അല്ലെങ്കിൽ അവിടെ നടപ്പാക്കാൻ പറ്റാത്ത എല്ലാ വികസനവും, ജനങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ വികസനങ്ങളും ഇനി അവിടെ ഛത്തീസ്ഗഡിൽ നടപ്പിലാക്കുമെന്ന ഉറപ്പ് അവിടുത്തെ ജനങ്ങൾക്ക് നൽകിയിരിക്കുകയാണ് അമിത്ഷാ. തോക്കുകൾ താഴെ വെച്ച് മുഖ്യധാരയിലേക്ക് മടങ്ങി വന്ന 3000-ഓളം മുൻ നക്സലുകളെ ഹൃദയപൂർവ്വം സ്വീകരിക്കാനും അവരെ സമൂഹത്തിന്റെ ഭാഗമാക്കാൻ സഹായിക്കാനും ബസ്തറിലെ ജനങ്ങളോട് അമിത്ഷാ ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. മേഖലയിൽ വികസനം എത്തിക്കുന്നതിനോടൊപ്പം വനവാസികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും സർക്കാർ എക്കാലത്ത് മുന്നിൽ ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. സുരക്ഷാ സേനയുടെ ശക്തമായ ഇടപെടലുകളും കേന്ദ്ര സർക്കാരിന്റെ വികസന നയങ്ങളുമാണ് രാജ്യത്തെ ആഭ്യന്തര സുരക്ഷ ശക്തമാക്കാൻ സഹായിച്ചത്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ സമാധാനം പുനഃസ്ഥാപിക്കാനായതും കാശ്മീരിൽ ഭീകരവാദത്തിന്റെ വേരറുക്കാനായതും വലിയ നേട്ടമായി തന്നെ കേന്ദ്ര സർക്കാർ ഉയർത്തിക്കാട്ടുകയാണ്. കമ്മ്യൂണിസ്റ്റ് ഭീകരർ വിമുക്തമായതോടെ ഛത്തീസ്ഗഡിലെ ആദിവാസി മേഖലയിൽ വികസന പദ്ധതികൾ എത്തിക്കാനാണ് സർക്കാർ ഇപ്പോൾ ഒരു മുൻഗണന നൽകുന്നത്. ഈ 3 പ്രധാന സംഭവങ്ങളെല്ലാം ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ്. ജമ്മു കാശ്മീരിൽ ഇപ്പോൾ കനത്ത സുരക്ഷ ഉണ്ടെങ്കിലും ഇപ്പോൾ അവിടെ ഒരു സന്തോഷത്തിന്റെ നാളുകളാണ്. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതോടെ ജമ്മു കാശ്മീരിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത് അതൊരു വലിയൊരു ചരിത്രപരമായി വലിയൊരു വാർത്ത തന്നെ ലോകരാജ്യങ്ങളടക്കം ദേശീയ മാധ്യമങ്ങളടക്കം തന്നെ വലിയൊരു വാർത്തയായി മാറിയത് കണ്ടതാണ്. വലിയ രീതിയിൽ അത് 2-3 ദിവസമൊക്കെ ജമ്മു കാശ്മീരിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തിയതാണ്. കാരണം എക്കാലത്തെയും ഇന്നേ വരെ നടക്കാത്ത ഒരു പോളിംഗ് ആണ് ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനു ശേഷം ജമ്മു കാശ്മീരിൽ നടന്നത്. ഇനിയുള്ള അടുത്ത ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ലഹരി കടത്ത് അല്ലെങ്കിൽ വലിയ ഒരു ലഹരി മാഫിയെ തന്നെ നശിപ്പിക്കുക എന്നതാണ്. ഈ 2016 നവംബറിൽ നോട്ട് നിരോധനമൊക്കെ വന്നതിന് ശേഷമാണ് ഈ 500-ന്റെ 1000-ന്റെ നോട്ട് നിരോധനം വന്നതിന് ശേഷം പാകിസ്ഥാനിലെ ISI അടക്കം അവർ ഈ ഡ്രഗ്സ് മാഫിയയിലേക്ക്, അതായത് ലഹരി മാഫിയയിലേക്ക് അവർ തിരിഞ്ഞു. കൂടുതലായിട്ട് ഭാരതത്തെ ഏത് രീതിയിലും നശിപ്പിക്കുക, അല്ലെങ്കിൽ ഒന്നേ തീവ്രവാദം അല്ലെങ്കിൽ ഒന്നേ ലഹരി, ഇതിലേതെങ്കിലുമൊക്കെ കൊണ്ട് നശിപ്പിക്കുക, അതാണ് ഇപ്പോൾ പാകിസ്ഥാനിലെ ISI ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ ലഹരി വ്യാപകമായി തന്നെ ഇന്ത്യയിലേക്ക് ഒഴുകുന്നുണ്ട് എന്ന റിപ്പോർട്ട് നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയും അതോടൊപ്പം തന്നെ IBക്കും ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വഴിയിൽ പൂർണ്ണമായി തന്നെ ലഹരി നെറ്റ്വർക്കുകളെ കണ്ടുപിടിച്ചുകൊണ്ട് ചെറിയ ചെറിയ ലഹരി നെറ്റ്വർക്കുകളെ ആദ്യം മാറ്റി നിർത്തി വലിയ ലഹരി ടീം അംഗങ്ങളെ ഉടനെ തന്നെ അവരെ അറസ്റ്റ് ചെയ്യുക, അങ്ങനെയുള്ള നടപടികളിലേക്ക് പോകില്ല, അവരെ സ്പോട്ടിൽ തന്നെ വെടിവെച്ച് കൊല്ലുന്ന രീതിയിലേക്കായിരിക്കും പോകാനുള്ള ഒരു നീക്കമാണ് ഇനിയിപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം എടുക്കുന്നത്. പൂർണ്ണതോതിൽ അതിനെ നശിപ്പിക്കുക എന്നതാണ് ഇപ്പോഴത്തെ പ്രധാന ലക്ഷ്യം. കൂടാതെ രാജ്യത്തെ ജനങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കാനുള്ള എല്ലാ അവസരങ്ങളും ഒരുക്കുമെന്ന് മോദി ജനങ്ങൾക്ക് വാക്ക് നൽകിയിരിക്കുകയാണ്.